രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അങ്ങ് എൻ്റെ അടുത്തുള്ളപ്പോൾ ഒരു പ്രകാരത്തിലും എന്നെ ആക്രമിക്കുവാൻ ശക്തനായി തീരില്ല. അദ്ദേഹത്തിന്റെ കരുത്തെല്ലാം അങ്ങയുടെ മുന്നിൽ പരാജിതമായി പോകും. അതുകൊണ്ട് ഇന്ദ്രന് പോലും എന്നെ ആക്രമിക്കാനാവില്ല എന്ന ഉറപ്പെനിക്കുണ്ട്. അല്ലയോ രാമ, കാനനത്തിലെ ദുഃഖങ്ങളൊന്നും തന്നെ ദുഃഖമല്ല, വിപത്തുകളൊന്നും തന്നെ വിപത്തുകളല്ല. പതിഹീനാതു യാ നാരി നസാ ശക്ഷ്യതി ജീവിതം. അല്ലയോ രാമ, ഭർത്താവ് കൂടെയില്ലാത്ത സ്ത്രീക്ക് ഒരിക്കലും ജീവിക്കാനാവില്ല. സ്ത്രീയുടെ ജീവിതം ഭർത്താവിന്റെ സാന്നിധ്യത്താലാണ് സമ്പന്നമായി തീരുന്നത്. പ്രാണൻ ഭർത്താവാണ്. ഭർത്താവാണ് സ്ത്രീയുടെ ശ്രേയസ്, ആയുസ് എല്ലാം. അതുകൊണ്ട് അല്ലയോ രാമ, അങ്ങേ പിരിഞ്ഞിട്ട് എനിക്ക് ജീവിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഇനിയും അങ്ങ് കേട്ടുകൊള്ളൂ. സീത കാനനത്തിൽ വസിക്കണമെന്ന് ഇപ്പോഴല്ല തീരുമാനം ഉണ്ടായത്. പണ്ടുപണ്ടേ തന്നെ അറിവുള്ള ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അഥവാപിച്ച മഹാപ്രാജ്ഞ ബ്രാഹ്മണാനാം മയാശ്രുതം പുരാ പിതൃഗ്രഹേ സത്യം വസ്തവ്യം കിലമേവനെ. അല്ലയോ മഹാപ്രാജ്ഞനായിരിക്കുന്ന, അങ്ങേറ്റവും അറിവുള്ളവനായിരിക്കുന്ന അല്ലയോ ശ്രീരാമചന്ദ്ര, ഞാന് കാനനത്തിൽ വസിക്കണം. ഇത് പണ്ടുപണ്ടേ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ആര് പറഞ്ഞു കേട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയേറെ അറിവുള്ളവരായ ബ്രഹ്മജ്ഞാനികൾ പറഞ്ഞു കേട്ടു. അവരുടെ വാക്ക് ഒരിക്കലും തെറ്റില്ലല്ലോ, ഒരിക്കലും അബദ്ധമാവില്ലല്ലോ, അതിനെ അതിലംഘിക്കാനായിട്ട് ഈ ലോകത്തിൽ ആർക്കും സാധ്യവുമാകില്ലല്ലോ. എപ്പോഴാ ഞാനിത് കേട്ടത്? എന്റെ ബാല്യത്തില്. എവിടെ വെച്ചെന്നാൽ എന്റെ അച്ഛന്റെ വീട്ടില്, കൊട്ടാരത്തില് ഞാൻ താമസിക്കുന്ന കാലത്ത്. അന്ന് അവിടെ വന്ന ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ഋഷിവര്യന്മാര് എന്റെ പിതാവിന്റെ സമീപത്ത് എന്നെ കണ്ടിട്ട് എന്റെ ഭാഗ്യത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ഒക്കെ വിശദമായിട്ട് ഞാൻ കേൾക്കവേ എന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഈ കുഞ്ഞ് കുറെ കാലം കാനനത്തില് വസിക്കേണ്ടി വരും എന്ന്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ വാക്കുകൾ എങ്ങനെയാ അസത്യമായി തീരുക? ഇപ്പോൾ അത് സംഭവിക്കാനുള്ള സാഹചര്യം സ്വാഭാവികമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അല്ലയോ രാമ, ഞാൻ കാനനത്തിലേക്ക് വരാൻ പാടില്ല എന്ന് അങ്ങ് പറയുന്നത് യഥാർത്ഥത്തില് ആ ഋഷീശ്വരന്മാർ ചെയ്ത ദീർഘ വീക്ഷണത്തിന് വിപരീതമായി നിൽക്കുന്നു. ലക്ഷണിഭ്യോ ദ്വിജാതിഭ്യ ശ്രുത്വാഹം വചനം ഗൃഹേ വനവാസ കൃതോത്സാഹ നിത്യമേവ മഹാബല. ആ ബ്രഹ്മജ്ഞാനികൾ പറഞ്ഞ വാക്യം മാത്രമല്ല, ലക്ഷണശാസ്ത്രം പഠിച്ചിട്ടുള്ള ജ്യോതിഷന്മാര് ഗ്രഹസ്ഥിതി ഗണിച്ചു നോക്കിയിട്ട് ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്നവരായ ജ്യോതിഷ് ശാസ്ത്രജ്ഞന്മാര് അന്ന് എന്റെ ബാല്യത്തിൽ എന്റെ വീട്ടിൽ വെച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലയോ രാമ, ഞാൻ സീത വനത്തിൽ വസിക്കേണ്ടി വരും എന്ന്. അത് കേട്ടപ്പോഴേക്ക് എനിക്ക് ദുഃഖമല്ല ഉണ്ടായത്, എനിക്ക് സന്തോഷമാണ് ഉണ്ടായത്. ഞാൻ അതിനെ സ്വീകരിച്ചു, അതിനെ ഞാൻ അംഗീകരിച്ചു.
അന്ന് മുതല് കാനനത്തിൽ പാർക്കുന്നതിനുള്ള ഉത്സാഹത്തോടു കൂടിയാണ് ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്നത്. നിത്യമേവ, അതാണ്, ഒരു ദിവസം പോലും ആ ആഗ്രഹം മനസ്സിൽ നിന്നിട്ട് ഞാൻ ഒഴിച്ചു കളഞ്ഞിട്ടില്ല. കാനനത്തിൽ പോകണം, കാനനത്തിൽ വസിക്കണം എന്നുള്ള ആഗ്രഹവുമായി ഞാൻ ദിവസവും കഴിയുന്നു. അല്ലയോ മഹാബലശാലിയായുള്ള രാമ, ഇതാണ് യാഥാർത്ഥ്യമെന്ന് അങ്ങ് അറിഞ്ഞുകൊള്ളുക. ഇപ്പോ ആ മഹാത്മാക്കള് പറഞ്ഞിരിക്കുന്നതായ ആ വാക്കുകളെ എനിക്ക് പരിപാലിക്കാനുള്ളതായ സമയം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. കൃതാദേശ ഭവിഷ്യാമി ഗമിഷ്യാമി ത്വയാ സഹ. ഞാൻ ആ ആദേശത്തെ, ആ ഭാവിയെ കുറിച്ചുള്ളതായ പ്രവചനത്തെ ഞാനിതാ അംഗീകരിക്കുന്നു. ആ ആജ്ഞയെ ശിരസാ വഹിച്ചുകൊണ്ട് അങ്ങയോടൊപ്പം, അല്ലയോ രാമ, ഞാനിതാ കാനനത്തിലേക്ക് വരുന്നു. കാലശ്ചായം സമുത്പന്നഃ, അതിനുള്ളതായ സമയം, ആ വാക്കുകൾ സംഭവിക്കാനുള്ളതായ സമയം ഇതാ വന്നു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. സത്യവാൻ സത്യവാൻ ഭവതു ദ്വിജ, ആ ദ്വിജന്മാര്, ആ ബ്രഹ്മജ്ഞന്മാര്, രണ്ട് ജന്മമുള്ള ആളുകൾ, അതാണ് ദ്വിജൻ എന്ന് ബ്രഹ്മജ്ഞാനികളെ പറയുന്നതിന് കാരണം. ഒരു ജന്മം എല്ലാവർക്കും ഉണ്ട്. രണ്ടാമത് ജന്മമോ അത് പരമാത്മജ്ഞാനത്തിലേക്കുള്ള പിറവിയാണ്. ഈ ജന്മത്തിൽ ഇരുന്നു കൊണ്ട് അധ്യാത്മ സാധനകൾ നിർവഹിച്ച് ഈ പ്രപഞ്ചം മായാകൽപിതമാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ പരമാത്മാവ് തന്നെയാണെന്ന് അനുഭവിച്ചറിഞ്ഞ് ആ ആത്മബോധത്തിലേക്കുള്ള ഉണർവ്, അതാണ് രണ്ടാം ജന്മം. ആ ജന്മം നേടിയ ആളാണ് ദ്വിജൻ. അങ്ങനെ ദ്വിജന്മാരുടെ ആ വാക്ക് അത് സത്യമായേ പറ്റൂ. അത് സത്യമാകട്ടെ, അവരുടെ വാക്ക് ഫലിച്ചതായിട്ട് അനുഭവിക്കാനുള്ള അവസ്ഥ വന്നു ചേരട്ടെ. അല്ലയോ രാമ, അങ്ങ് എന്നോട് വനവാസത്തിൽ ഉള്ളതായ ദുഃഖങ്ങളെ കുറിച്ച് പറഞ്ഞു. വനവാസേഹി ജാനാമി ദുഃഖാനി ബഹുധാകില. അങ്ങ് പറയാതെ തന്നെ എനിക്കറിയാം, കാനനത്തിൽ വസിക്കുമ്പോഴേക്കും പല പ്രകാരത്തിലുള്ളതായ കഷ്ടപ്പാടുകൾ ഉണ്ട് എന്ന്. പക്ഷേ അതൊക്കെ കഷ്ടപ്പാടായിട്ട് ആർക്കാ അനുഭവപ്പെടുക? പ്രാപ്യന്തേ നിയതം വീര പുരുഷൈരകൃതാത്മഭി. കാട്ടിലെ ആ അവസ്ഥകൾ, ജീവിതാവസ്ഥകൾ, അത് ദുഃഖമായിട്ട്, വിപത്തായിട്ട്, ക്ലേശമായിട്ട് ആർക്കാ തോന്നുക? ഈ മനസ്സിന്റെ പുറത്ത് നിയന്ത്രണമില്ലാത്ത ആളുകൾക്ക്, സുഖങ്ങളുടെ പിന്നാലെ ഓടി നടക്കാനായിട്ട് കൊതിക്കുന്ന ആളുകൾക്ക്, ഞാനെന്നത് ശരീര മനോബുദ്ധികളല്ല, ആത്മാവാണ് എന്ന് തിരിച്ചറിയാത്ത ആളുകൾക്ക്, അങ്ങനെ മനസ്സിൽ നിയന്ത്രണമില്ലാത്ത സുഖം കൊതിച്ചു നടക്കുന്ന ആളുകൾക്കാണ് കാട്ടിലെ സാഹചര്യങ്ങൾ ദുഃഖകരമായി തോന്നുക. അല്ലയോ രാമ, ഞാൻ അങ്ങനെ ഒരു അകൃതാത്മാവല്ലല്ലോ. അതുകൊണ്ട് കാട്ടിലെ ഈ സാഹചര്യങ്ങൾ ഒന്നും തന്നെ എനിക്ക് ദുഃഖകരമായിട്ട് തോന്നുന്നേയില്ല. അല്ലയോ രാമ, ഒന്നുകൂടി ഞാൻ അങ്ങേ കേൾപ്പിക്കട്ടെ. കനിയാച്ച പിതുർഗേഹേ വനവാസശ്രുതോമയ ഭിക്ഷിണ്യ ശമവൃത്തായ മമ മാതുരിഹാഗ്രത. എന്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട്, ഞാൻ കുട്ടിയായിരിക്കുന്ന അവസരത്തിൽ അവിടെ വന്ന സന്യാസിനി അമ്മ പറഞ്ഞു, അത് ഞാൻ കേട്ടു. എന്താ സന്യാസിനി അമ്മ പറഞ്ഞത്? ആ സന്യാസിനി അമ്മ വളരെയേറെ തപസ്സിന്റെ ഉടമയാണ്. ഇന്ദ്രിയങ്ങളെല്ലാം പൂർണ്ണമായും അടക്കി, മനസ്സിനെ പൂർണ്ണമായും അടക്കി പരമാത്മാവിൽ തന്നെ ഉറപ്പിച്ച് നിൽക്കുന്ന മഹാതപസ്വിനിയാണ്. അവർ പറഞ്ഞത് ഞാന് കാനനത്തിൽ വസിക്കാനുള്ള യോഗമുള്ളവളാണ് എന്നാണ്. അല്ലയോ രാമ, ആ അമ്മയുടെ വാക്ക് അത് ഇതാ സത്യമാകാൻ പോകുന്ന സമയമാണിത്. പോരാത്തതിന് ഇതിനു മുമ്പ് എത്രയോ തവണ ഞാൻ അങ്ങയോട് കാനനത്തിൽ നമുക്ക് വസിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു.
അങ്ങനെ ഞാൻ നിർബന്ധിച്ച് അങ്ങയോട് കാനനത്തിൽ വസിക്കാനുള്ള എന്റെ ഉത്സാഹം അറിയിക്കുകയും നിർബന്ധിക്കുകയും ഒക്കെ ചെയ്തപ്പോഴേക്കും അങ്ങ് അപ്പോഴെല്ലാം അത് സമ്മതിക്കുകയും ചെയ്തു. കാനനത്തിലേക്ക് പോകാം, അവിടെ നമുക്ക് വസിക്കാമെന്നൊക്കെ അങ്ങ് സമ്മതിച്ചു. ഇപ്പോഴിതാ ഈശ്വര ഗതി കൊണ്ട് തന്നെ നമുക്ക് അതിനുള്ളതായ സുവർണാവസരം വന്നു ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് അല്ലയോ രാമ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, ശുദ്ധാത്മൻ പ്രേമഭാവാധി ഭവിഷ്യാമി വികൽമഷ ഭർത്താരം അനുഗച്ഛന്തി ഭർത്താഹി പരദൈവതം. അല്ലയോ ശുദ്ധാത്മാവായിരിക്കുന്ന രാമ, തികഞ്ഞ പ്രേമഭാവത്തോടു കൂടിയിട്ട് അങ്ങയെ പിന്തുടരുന്ന ഈ ഞാൻ, അങ്ങയോടൊപ്പം അങ്ങയെ പിരിയാതെ പത്നീധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയോടൊപ്പം ജീവിക്കുന്ന ഈ ഞാൻ ആ ഒരു ജീവിതമാകുന്ന തപസ്സുകൊണ്ട് സകല പാപങ്ങളും തീർന്നവളായിട്ട് ശുദ്ധാത്മാവായി ഭവിക്കും.